ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 18 തിങ്കളാഴ്ചയാണ്. US മാർക്കറ്റുകളും നമ്മുടെ മാർക്കറ്റുകളും കഴിഞ്ഞ 7 ആഴ്ചയായി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. പക്ഷേ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു നെഗറ്റീവ് ബയാസോട് കൂടിയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്നൊരു ഗ്യാപ് ഡൗണിന് സാധ്യതയാണ് കൂടുതലായുള്ളത്. ഒത്തിരിയേറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. വാർത്തകളിൽ ആദ്യം നവംബർ മാസത്തെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ പുറത്തു വന്നു. അതിലേക്ക് വരാം. ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അറിയാത്തവർക്കായി ആദ്യം ട്രേഡ് ഡെഫിസിറ്റിനെ കുറിച്ച് പറയാം. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിന്റെ ഇറക്കുമതി അതിന്റെ കയറ്റുമതിയെ എക്സീഡ് ചെയ്താൽ ട്രേഡ് ഡെഫിസിറ്റ് സംഭവിക്കുന്നു. നവംബർ മാസം വ്യാപാര കമ്മി $20.58 ബില്യൺ ചുരുങ്ങി. റോയിറ്റേഴ്സ് പോൾ അനുസരിച്ച് $23.60 ബില്യൺ ആയിരിക്കും എന്നാണ് എക്കണോമിസ്റ്റുകൾ പോൾ ചെയ്തത്. പക്ഷേ അതിലും കുറഞ്ഞത് വളരെയധികം ഗുണകരമായി. നവംബർ മാസം എക്സ്പോർട്ട് $33.9 ബില്യനും ഇമ്പോർട്ട്സ് $54.48 ബില്യനും ആണ് എന്ന് ഗവൺമെന്റ് ഡാറ്റ പറയുന്നു. ഒക്ടോബർ മാസത്തെ കണക്കിലേക്ക് വന്നാൽ $33.57 ബില്യൺ ആയിരുന്നു എക്സ്പോർട്ടെങ്കിൽ ഇമ്പോർട്ട്സ് $65.03 ബില്യൺ ആയിരുന്നു. ഒക്ടോബർ മാസവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ട്സിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഒക്ടോബർ മാസം ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ചെയ്തപ്പോൾ തന്നെ എക്കണോമിസ്റ്റുകൾ പറയുകയുണ്ടായി അടുത്ത വരുന്ന മാസങ്ങളിൽ ട്രേഡ് ഡെഫിസിറ്റ് നാരോ ആവും എന്ന് പറഞ്ഞിരുന്നു. ഏപ്രിൽ മുതൽ നവംബർ കാലയളവിൽ മൊത്തത്തിലുള്ള കയറ്റുമതിയിൽ 6.51% ഇടിവുണ്ടായി. ഇത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളും ആഗോള മാന്ദ്യവും ഒക്കെ കാരണമാണ് എന്നും പറയുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സ്പോർട്ടിൽ പ്രഷർ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഈ ഡാറ്റ കാണിച്ചു തരുന്നത്. മറ്റൊരു വാർത്ത, റിന്യൂവബിൾ എനർജി അഥവാ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഈ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു ലേലം വിളിച്ചിട്ടുണ്ട്. റിലയൻസ്, JSW, ടൊറന്റ് പവർ ഉൾപ്പെടെ 14 കമ്പനികൾ ലേലത്തിലുണ്ടായിരുന്നു. ഗവൺമെന്റ് ടാർഗറ്റ് 0.45 മില്യൺ മെട്രിക് ടണ്ണാണ്. കമ്പനികൾ അതിലും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറുമാണ്. മറ്റൊരു കാര്യമുള്ളത്, ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ സുപ്രധാനമായ ഇലക്ട്രോലൈസേഴ്സ് നിർമ്മിക്കാനുള്ള ലേലത്തിൽ അദാനി ഗ്രൂപ്പും L&Tയും ഉൾപ്പെടെ 20 കമ്പനികൾ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഗ്രീൻ ഹൈഡ്രജന് വലിയ സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. 2030 5 ദശലക്ഷം ടൺ വാർഷിക ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദന ശേഷിയിലെത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല ഗവൺമെന്റ് ടാർഗറ്റിന് മുകളിൽ ഉൽപ്പാദിപ്പിക്കാൻ കമ്പനികൾ തയ്യാറാണ് എന്നത് ഹൈഡ്രജന്റെ വലിയ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. കഴിഞ്ഞ വ്യാഴാഴ്ച ഫെഡറൽ റിസർവ് മീറ്റിംഗിന് ശേഷം വലിയ മുന്നേറ്റമാണ് മാർക്കറ്റുകളിൽ കണ്ടത്. ഈ ആഴ്ച എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് എന്ന് നോക്കാം. ഒരുപാട് IPOs വരുന്നുണ്ട്. ആദ്യം IPOസിലേക്ക് പോകാം. തിങ്കളാഴ്ച ഡിസംബർ 18 മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് IPO ഓപ്പൺ ആവുന്നുണ്ട്. സൂരജ് എസ്റ്റിമേറ്റ് ഡെവലപ്പേഴ്സ്, മോത്തി സൺസ് ജ്വല്ലേഴ്സ് IPO എന്നിവ ഓപ്പൺ ആവുന്നുണ്ട്. ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഹാപ്പി ഫോർജിങ്സ് IPO, RBZ ജ്വല്ലേഴ്സ് IPO, മുഫ്തി മെൻസ്വെയർ ഓപ്പൺ ആകുന്നുണ്ട്. ചൊവ്വാഴ്ച വരുന്ന മറ്റൊരു ഡാറ്റ ഇതാണ്. യൂറോ ഏരിയ കോർ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നുണ്ട്. ബുധനാഴ്ചയിലേക്ക് വന്നാൽ യുണൈറ്റഡ് കിങ്ഡം ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്. യൂറോ ഏരിയ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ വരുന്നുണ്ട്. അന്ന് ഒരു IPO ഓപ്പൺ ആവുന്നത് ആസാദ് എഞ്ചിനീയറിംഗ് IPO ആണ്. വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ US GDP ഗ്രോത്ത് റേറ്റ് വരുന്നുണ്ട്. അന്ന് തന്നെ US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്. വെള്ളിയാഴ്ച UK GDP ഗ്രോത്ത് റേറ്റ്, ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്നിവ വരുന്നുണ്ട്. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സിലൂടെയാണ് കടന്നുപോയത്. ഇനി നിഫ്റ്റിയിലേക്ക്. ഒരിക്കൽ കൂടി വെള്ളിയാഴ്ച നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. നിഫ്റ്റി 1.29% ഉയർന്ന് 21,456 ക്ലോസ് ചെയ്തു. 21,492 എന്ന പുതിയ ഓൾ ടൈം ഹൈ നിഫ്റ്റി ടച്ച് ചെയ്തു. നിഫ്റ്റി ഇപ്പോഴും പോസിറ്റീവിൽ തന്നെയാണ്. പക്ഷേ 14-ഡേ RSI 84 ഒരു ഓവർബോട്ട് സോണിലാണുള്ളത്. 14 വീക്ക് RSI അത്ര തന്നെ ഇല്ലെങ്കിലും 75-ലാണുള്ളത് എന്നതും ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിഫ്റ്റിയിൽ ഒരു ചെറിയ കറക്ഷനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഓൾ ടൈം ഹൈ ആയ 21,492 പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിഫ്റ്റിക്ക് വലിയ ഉയരങ്ങളിലേക്ക് വീണ്ടും എത്താൻ കഴിയുകയുള്ളൂ. ഡെയിലി മൊമെൻറ്റം ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് ക്രോസ് ഓവറാണ് കാണിച്ചു തരുന്നത്. മാത്രമല്ല ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ നിഫ്റ്റിയിലുള്ളത്.
അതും ഒരു പോസിറ്റീവ് ഘടകമായി കണക്കാക്കാം. അപ്സൈഡിൽ ഒരു ക്രൂഷ്യൽ സോൺ ആവാൻ സാധ്യതയുള്ളത് 21,500 മുതൽ 21,600 ലെവൽ തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 21,300 മുതൽ 21,200 വരെ ഒരു ക്രൂഷ്യൽ സോണാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരാം. കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 22,000 അതിനുശേഷം 21,500 അതിനുശേഷം 22,200 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,300 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,200 സ്ട്രൈക്കിലും അതിനുശേഷം 21,000 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം അപ്സൈഡിൽ 21,500 ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോൺ ആവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 21,300 ഓപ്പൺ ഇൻട്രസ്റ്റ് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഡൗൺ സൈഡിലെ ലെവലായി കാണിച്ചു തരുന്നത്. പ്രധാനപ്പെട്ട ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിൽ കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 21,450 പുട്ട് സൈഡിൽ 2,935% വർധനമുണ്ട്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 59% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെയുള്ളത്. തൊട്ട് താഴെയുള്ള സ്ട്രൈക്ക് 21,400 സ്ട്രൈക്കിലേക്ക് വന്നാൽ 1,604% വർധനവ് പുട്ട് സൈഡിലുണ്ട്. അവിടെയും ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 18% വർധനമുണ്ട്. അവിടെ ഒരു ഷോർട്ട് ബിൽഡപ്പാണുള്ളത്. പക്ഷേ ഈ രണ്ട് സ്ട്രൈക്ക് എടുത്ത് നോക്കിയാലും താരതമ്യേന പുട്ട് സൈഡ് വളരെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട്. ഇനി 21,500 സ്ട്രൈക്കിൽ 367% വർധനമാണുള്ളത്. എന്നാൽ കോൾ സൈഡിൽ 35% വർധനവാണ് കാണുന്നത്. കഴിഞ്ഞ രണ്ട് സ്ട്രൈക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ 21,500 പുട്ട് സൈഡ് കുറച്ച് വീക്കാണ് എന്ന് കാണാം. എന്നാലും പുട്ട് സൈഡ് തന്നെയാണ് ടോട്ടലി സ്ട്രോങ് എന്നാണ് ഈ ഡാറ്റ കാണിച്ചു തരുന്നത്. നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 7 ആഴ്ചയായി തുടർച്ചയായി നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. വീക്ക്ലി ക്ലോസിംഗ് ആണ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ 3 ആഴ്ച മാത്രം 8%-ലേറെ നിഫ്റ്റി ഉയർന്നു കഴിഞ്ഞു. FIS വലിയ ബൈയിങ്ങിലാണ് എന്നത് വലിയ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഡേ ക്യാൻഡിൽ ചെറിയ അപ്പർ ലോവർ ഷാഡോവോട് കൂടിയ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഡേ ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. വീക്ക്ലി ക്യാൻഡിൽ നോക്കിയാൽ ലോങ് ലോവർ ഷാഡോവോട് കൂടിയ ബുള്ളിഷ് ക്യാൻഡിലാണ് അവിടെയുമുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,000 എന്ന വലിയ മാർക്ക് ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്തിരിക്കുന്നു. ക്ലോസ് ചെയ്യുന്നത് 0.86% ഉയർന്ന് 48,143 എന്ന നിലയിലായിരുന്നു. ലോങ് ലോവർ ഷാഡോവോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡേ ചാർട്ടിൽ ഫോം ആയത്. ഈ ലോങ് ലോവർ ഷാഡോ കാണിച്ചു തരുന്നത് ബൈ ഓൺ ഡിപ്സ് നല്ലവണ്ണം ബാങ്ക് നിഫ്റ്റിയിൽ വർക്കാവുന്നു എന്ന് തന്നെയാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ 50,000 എന്ന മാർക്ക് ടച്ച് ചെയ്യുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 50,000 എന്നതും പ്രത്യേകത തന്നെയാണ്. അപ്സൈഡിൽ 49,000 മുതൽ 49,150 വരെ ഒരു ക്രൂഷ്യൽ സോൺ ആവാനുള്ള സാധ്യതയാണുള്ളത്. ഡൗൺ സൈഡിൽ 47,650 ഒരു ക്രൂഷ്യൽ സോൺ ആവാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന ആദ്യത്തെ സ്ട്രൈക്ക് നമ്മൾ പറഞ്ഞു 50,000 അതിനുശേഷം 48,000 അതിനുശേഷം 49,000 പുട്ട് സൈഡിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 47,000 അതിനുശേഷം 47,500 സ്ട്രൈക്കും അതിനുശേഷം 48,000 സ്ട്രൈക്കുമാണ്. ഇന്ത്യ വിക്സ് വീണ്ടും 13 മാർക്കിലേക്ക് തിരിച്ചു കയറി 6.55% ഉയർന്ന് 13.13 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്യുന്നത്. അടുത്തതായി സ്റ്റോക്ക് ന്യൂസ് ആണ്. അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച ഒരു വാർത്തയാണ്. ആദ്യം 2023 ഡിസംബർ 15 വാർത്താ ഏജൻസിയായ IANS ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് 50.5% ഓഹരികൾ ഏറ്റെടുത്തതായി അദാനി ഗ്രൂപ്പ് അറിയിച്ചു. ഇത് മാധ്യമ മേഖലയിലെ തങ്ങളുടെ ഒരു സാന്നിധ്യം കുറച്ചുകൂടി ഉറപ്പിക്കുന്ന ഒരു വാർത്തയാണ്. മറ്റൊരു വാർത്തയുള്ളത് സി എൻ്റർടൈൻമെൻറ്റിനെ സംബന്ധിച്ചതാണ്. സോണി ഗ്രൂപ്പും സി എൻ്റർടൈൻമെൻറ്റും തമ്മിലുള്ള ലയന കരാർ ഡിസംബർ 21 സമയപരിധി അവസാനിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത സോണി ഇന്ത്യയോട് സമയപരിധി നീട്ടാൻ സീൽ ആവശ്യപ്പെട്ടു എന്നൊരു വാർത്തയാണ്. മറ്റൊരു വാർത്ത ടാറ്റ പവർ കമ്പനിയെ സംബന്ധിച്ചാണ്. ടാറ്റ പവർ റിന്യൂവബിൾ എനർജിയുടെ ഉപസ്ഥാപനമായ ടാറ്റ പവർ സോളാർ സിസ്റ്റംസ് രാജസ്ഥാനിലെ NTPC നോബ് സോളാർ PV പ്രൊജക്റ്റിനായി 152 മെഗാവാട്ട് DCR സോളാർ PV മോഡ്യൂളുകൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു വാർത്ത മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിനെ സംബന്ധിച്ചത്. ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണ കമ്പനിയായ മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഒരു യൂറോപ്യൻ കമ്പനിയിൽ നിന്നും 3 കപ്പലുകൾ നിർമ്മിക്കാനുള്ള കരാർ ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് മാൻകൈൻ ഫാർമ കമ്പനി ഏകദേശം €1 മില്യൺ ആക്ടിമെഡ് തെറാപ്യൂട്ടിക്സിൽ നിക്ഷേപിക്കും എന്ന് അറിയിച്ചിരിക്കുന്നു. ക്യാൻസർ മൂലമുള്ള മസിൽ നഷ്ടം, ALS തുടങ്ങിയ മസിലിനെ നശിപ്പിക്കുന്ന രോഗങ്ങൾക്കുള്ള പുതിയൊരു മരുന്നാണ് ആക്ടിമെഡ് നിർമ്മിക്കുന്നത്.
അടുത്തത് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജി EPC സൊല്യൂഷനുകളുടെ ദാതാക്കളായ സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 1500 കോടി രൂപ സമാഹരിച്ചതായി അറിയിച്ചു. പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ പറഞ്ഞുപോയത്. ഇനി F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ നോക്കാം. ബൽറാംപൂർ ചിനി മിൽസ്, ഡെൽറ്റ കോർപ്പ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമെന്റ്, മണപ്പുറം ഫിനാൻസ്, സീൽ എന്നീ കമ്പനികളാണ്. നമ്മുടെ ഡെയിലിയുള്ള പ്രീ മാർക്കറ്റ് വീഡിയോയ്ക്ക് ശേഷം രാവിലെ 11 മണി മുതൽ 3:30 വരെ എല്ലാ ദിവസവും മാർക്കറ്റുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഡെയിലി ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. കാരണം ധാരാളം കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ നഷ്ടം വരാതെ എങ്ങനെ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആയിക്കൊണ്ട് ട്രേഡ് ചെയ്യാം എന്ന് ഉള്ള ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ പണമാണ്, ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അതുകൊണ്ട് തന്നെ മാക്സിമം പഠിച്ച് മാത്രം ട്രേഡ് എടുക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ കൂടെ ഇരുന്ന് തന്നെ ട്രേഡിങ്ങിനുണ്ടാവും. ഇനി ഞങ്ങളുടെ ലൈവ് കാണാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നില്ല എങ്കിലും രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിലും തൊട്ടുമുകളിൽ നമ്മൾ കൊടുത്ത ഫോൺ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് കിടക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഷെയർ ചെയ്ത ഒരു സ്റ്റോക്ക് അദാനി എൻ്റർപ്രൈസ് ആയിരുന്നു. 2900 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 2957 എന്ന നിലയിൽ. സ്റ്റോക്കിൽ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 2995 ആയിരുന്നു. സ്റ്റോക്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 3000 എന്ന ലെവൽ വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് നാഷണൽ അലുമിനിയം 110 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 110.8 എന്ന നിലയിൽ. ടാർഗറ്റ് ആയി ഫിക്സ് ചെയ്തിരുന്നത് 112 ആയിരുന്നു. നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 113 മുകളിലേക്ക് ആ സ്റ്റോക്ക് അപ്പായി. അടുത്തത് LTI മൈൻട്രി ആയിരുന്നു. 6000 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 6121 എന്ന നിലയിൽ. സ്റ്റോക്കിൽ നമ്മൾ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് ഫസ്റ്റ് ടാർഗറ്റ് 6180 ആയിരുന്നു. സ്റ്റോക്ക് 6215 വരെ അപ്പായി. നല്ല പ്രോഫിറ്റാണ് LTI മൈൻട്രിയിൽ ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് RBL ബാങ്ക് ആയിരുന്നു. 280 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 285.5 എന്ന നിലയിൽ. 293.7 എന്ന നില വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റ് തന്നെയാണ് RBL ബാങ്കിൽ ലഭിച്ചത്. അടുത്തത് SBIN 630 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 632.7 എന്ന നിലയിലായിരുന്നു. സ്റ്റോക്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റാണ് ലഭിച്ചത്. സ്റ്റോക്ക് നമ്മൾ 3 ടാർഗറ്റാണ് ഫിക്സ് ചെയ്തിരുന്നത്. 636, 38, 640 എന്നിങ്ങനെ 3 ടാർഗറ്റുകളായിരുന്നു. 3 ടാർഗറ്റുകളും നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് NTPC ആയിരുന്നു. 300 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 302.5 എന്ന നിലയിൽ. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്തത് 305 ആയിരുന്നു. ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് PNB 90 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 92.15 എന്ന നിലയിൽ. സ്റ്റോക്ക് ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ടെക്കം ആയിരുന്നു. 1240 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 1269 എന്ന നിലയിൽ. സ്റ്റോക്കിൽ 2 ടാർഗറ്റാണ് പറഞ്ഞിരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് 1289, സെക്കൻഡ് ടാർഗറ്റ് 1294. 2 ടാർഗറ്റുകളും ഹിറ്റ് ചെയ്ത് അതിനു മുകളിലേക്ക് സ്റ്റോക്ക് അപ്പായി. 1324 വരെയാണ് സ്റ്റോക്കിൽ വെള്ളിയാഴ്ച റാലി കണ്ടത്. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ഈ പറഞ്ഞ എല്ലാ സ്റ്റോക്കുകളിലും ലഭിച്ചത്. സ്വിംഗ് സെഗ്മെന്റിൽ ഡിസംബർ 11 നമ്മൾ പറഞ്ഞ FSL 178.5 എന്ന നിലയിൽ എൻട്രി എടുത്ത സ്റ്റോക്കിൽ ടാർഗറ്റായി ഫിക്സ് ചെയ്തത് 190 ആയിരുന്നു. 192 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 7.5% മുകളിൽ സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഇൻവെഞ്ചർ ഗ്രോത്ത് ആൻഡ് സെക്യൂരിറ്റീസ് 2.5 എന്ന നിലയിൽ സ്റ്റോക്കിൽ എൻട്രി എടുത്തു. 2.95 വരെയാണ് ഇതുവരെ സ്റ്റോക്ക് അപ്പായിരിക്കുന്നത്. ഏകദേശം 18% മുകളിൽ സ്റ്റോക്കിൽ പ്രോഫിറ്റായി നമുക്ക് ഇതുവരെ ലഭിച്ചു. നവംബർ 23 സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇനി ധാരാളം സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് അച്ചീവ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ധാരാളം സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ കൊടുത്ത ഫോൺ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 9239 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIs ആവട്ടെ 3077 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. FIS വലിയ ബൈയിങ് മോഡിൽ തന്നെയായിരുന്നു വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത്. അതിൻ്റെ ഗുണം ലഭിച്ചത് IT, ഫാർമ സെക്ടറുകൾക്കായിരുന്നു. മറ്റൊരു കാര്യം, FIS നല്ല രീതിയിൽ തന്നെ ബൈ ചെയ്യുമ്പോൾ DIസിൻ്റെ സെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നായിരുന്നു. വെള്ളിയാഴ്ചയും അവർ 3077 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. US മാർക്കറ്റുകൾ
2017 ശേഷമുള്ള ലോങ്ങസ്റ്റ് വീക്ക്ലി ഗെയിനാണ് S&P 500ൽ കണ്ടത്. ഇൻഡെക്സ് 3.3% ആണ് ഈ മാസം മാത്രം ഉയർന്നത്. ഡൗ ജോൺസ് 3.8%, നാസ്ഡാക്ക് 4.1% ഉയർന്നു. പണപ്പെരുപ്പം US കുറയുന്നതും 2024 3 റേറ്റ് കട്ട് ഉണ്ടാകും എന്ന ഫെഡറൽ റിസർവിൻ്റെ സൂചനയുമാണ് മാർക്കറ്റുകൾക്ക് കൂടുതൽ ശക്തി പകർന്നത്. ഇനി മാർക്കറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ സ്ലോ ഇൻഫ്ലേഷൻ, ലോ ഗ്രോത്ത് എക്സ്പെക്റ്റേഷൻസ്, വളർച്ചയുടെ ആക്കം എന്നിവ മാർക്കറ്റിനെ സംബന്ധിച്ച് മികച്ചതാണ്. ഇത് മാർക്കറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ വളരെ നല്ലതുമാണ്. ഈ റാലി 2017-18 സമാനമാണ് എന്ന് എക്കണോമിസ്റ്റുകൾ പറയുന്നു. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് ജനുവരിയിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റിന് സാധ്യതയുണ്ട് എന്നും എക്കണോമിസ്റ്റ് പറയുന്നു. ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ ഒരു മിക്സഡ് അവസ്ഥയിലായിരുന്നു. ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. S&P 500 0.18% ഇടിഞ്ഞു. നാസ്ഡാക്ക് 0.30% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ടെക് കമ്പനികളിൽ നല്ല റാലി തന്നെയാണ് വെള്ളിയാഴ്ചയും കണ്ടത്. ഇൻഫോസിസ് 1.63% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. വിപ്രോ 1.44% ഉയർന്നു. മറ്റ് ബാങ്കിങ് സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ICICI ബാങ്ക് 0.55% ഇടിഞ്ഞു. HDFC ബാങ്ക് 1.23% ഇടിഞ്ഞു. ആക്സിസ് ബാങ്ക് 1.15% ഉയർന്നും ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 0.10% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡൗ 0.07% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. S&P 500 0.09% ഉയർന്നും ട്രേഡ് ചെയ്യുന്നു. നാസ്ഡാക്ക് 0.03% ഇടിഞ്ഞാണ് ഇപ്പോഴുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകൾ കഴിഞ്ഞ ആഴ്ച യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു പോസിറ്റീവ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്ത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുകൾ പുറത്തു വന്നു. റേറ്റിൽ മാറ്റം വരുത്തിയില്ല എന്നത് മാർക്കറ്റുകൾക്ക് വലിയ പോസിറ്റിവിറ്റിയായി. പക്ഷേ US മാർക്കറ്റുകളിൽ ഉള്ള അത്ര തന്നെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് യൂറോപ്യൻ മാർക്കറ്റുകളിൽ കാണാൻ കഴിഞ്ഞില്ല. ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിൽ FTSE 0.95% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. CAC 0.28% ഉയർന്നും. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഡാക്സ് 0.01% ഉയർന്നാണുള്ളത്. CAC 0.17% ഉയർന്നും. FTSE 0.07% ഉയർന്നും ട്രേഡിംഗ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ബാങ്ക് ഓഫ് ജപ്പാനിലെ പോളിസി മീറ്റ് വരുന്നുണ്ട്. ചൈനയിൽ നിന്നുമുള്ള ലോൺ പ്രൈം റേറ്റ് ബുധനാഴ്ചയാണ് വരുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് ഈ രണ്ട് കാര്യങ്ങളും പ്രധാനപ്പെട്ട ഡാറ്റാസ് തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത നമ്മുടെ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി 21,480.50 എന്ന നിലയിലാണ്. ഒരു 0.03% അപ്സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 7 മണിയാണ് സമയം. ഇപ്പോഴത്തെ ഒരു നില വെച്ച് 80 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് മാർക്കറ്റുകൾ നിക്കി ജപ്പാൻ മാർക്കറ്റ് 1.18% ഇടിവിലാണുള്ളത്. കോസ്പി മാർക്കറ്റ് 0.09% ഇടിവിലും തായ്വാൻ മാർക്കറ്റ് 0.40% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ വരും വർഷങ്ങളിലും ഓയിലിന് ഡിമാൻഡ് കുറയും എന്ന കാരണം കൊണ്ട് തന്നെ ഓയിൽ മാർക്കറ്റിൽ ഒരു സ്ലൈറ്റ്ലി ഇടിവ് വെള്ളിയാഴ്ചയും സംഭവിച്ചു. ബ്രന്റ് ഇപ്പോൾ ഉള്ളത് $76.85 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.13% ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. WTI ഉള്ളത് $72.08 പെർ ബാരൽ എന്ന നിലയിൽ 0.42% ഉയർന്നാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് കടന്നുപോയത്. ബാക്കിയുള്ള എല്ലാ വ്യൂസും ഒരിക്കലും ആരും തന്നെ ഒരു റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കരുത്. പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മാർക്കറ്റിൽ നിക്ഷേപിക്കുക. അപ്പോൾ ഇന്നത്തെ വാർത്ത ഇവിടെ പൂർത്തിയാകുന്നു. ഏവർക്കും നന്ദി.